ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് റെസിപ്പി വീഡിയോ ആയിട്ടൊന്നല്ല, ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അതായത് നമ്മുടെ അടുക്കളയിലേക്ക് നമുക്ക് ഭയങ്കര ഉപയോഗം വരുന്ന ഒരു മിക്സർ ഗ്രൈൻഡറിൻ്റെ ഒരു റിവ്യൂ അതുപോലെ അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം ഇപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലും ആമസോൺ സെയിലും ഒക്കെ നടക്കുന്ന ഒരു ടൈമാണ്, ദിവാലി സെയിലൊക്കെ നടക്കുന്നൊരു ടൈമാണ്. അപ്പം നല്ല ഓഫറിന് നമുക്ക് കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. അപ്പോൾ വീഡിയോ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതിൻ്റെ റേറ്റ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ്, എത്രത്തോളം ഉപകാരപ്പെടും എന്നതിനെക്കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കുക. ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എങ്ങനെയുണ്ടെന്ന് പറയുക. അപ്പോൾ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള അനുഭവങ്ങളും കാര്യങ്ങളെല്ലാം ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോഡക്റ്റിനകത്ത് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ജാറ് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് നമ്മുടെ സാധാരണ മിക്സിൻ്റെ പോലത്തെ ഒരു മിക്സർ ഗ്രൈൻഡർ അല്ല, ഇതൊരു ബ്ലെൻഡറാണ് കേട്ടോ. ഇതിൻ്റെ മെയിനായിട്ടുള്ള യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി യൂസിന്, അതായത് ഇപ്പം നമുക്ക് ഷെയ്ക്ക് അടിച്ച് കുടിക്കാൻ, അതുപോലെ തന്നെ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ, അതുപോലെ തേങ്ങ അരയ്ക്കാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഭയങ്കര യൂസാണ്. അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികളുണ്ടെങ്കിൽ എപ്പോഴും അവർക്ക് ഫുഡൊക്കെ പ്യൂരിയാക്കി കൊടുക്കാനൊക്കെ ആവശ്യം ഉണ്ടാവുമല്ലോ. വെജിറ്റബിൾസൊക്കെ നമുക്ക് വേവിച്ചിട്ട് അടിച്ചെടുക്കാനും അങ്ങനെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട്. അപ്പോൾ അതിന് ഭയങ്കര ഉപകാരപ്രദമുള്ള ഒരിതാണ് മിക്സിയാണ്. അതുപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ മിക്സി വരുന്നത്. വളരെ ചെറിയൊരു സ്പേസിൽ ഇത് ഒതുങ്ങി നിൽക്കുന്ന ഒരു മിക്സിയാണ്. ഇതിൻ്റെ കുക്ക്വെൽ എന്നൊരു ബ്രാൻഡാണ് ഈ ഒരു ഇതെന്ന് പറയുന്നത്. ഇത് നല്ല ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ക്ലീൻ ചെയ്യാനും ഒക്കെ നല്ല സുഖമാണ്. നമ്മുടെ സാധാരണ മിക്സി, അതായത് ഇപ്പോൾ നമ്മുടെ വലിയ മിക്സി ഉണ്ടല്ലോ, അതിൻ്റെ അത്ര ഒരു പവർഫുള്ള് വരില്ല. അതുപോലെ തന്നെ കപ്പാസിറ്റിയും കുറവാണ്. അപ്പോൾ നമുക്കിപ്പം ദോശമാവും ഇഡ്ഡലി മാവും ഒക്കെ അരയ്ക്കുകയാണെങ്കിൽ ഇതിൽ ഒരു 3-4 തവണ നമ്മൾ ഇട്ടിട്ട് വേണം അടിക്കാൻ വേണ്ടിയിട്ട്. കാരണം ക്വാണ്ടിറ്റി കുറവായതുകൊണ്ടും അതിൻ്റെ പവർ കുറവായതുകൊണ്ടും. പക്ഷേ ഞാൻ ദോശമാവും ഒക്കെ അരയ്ക്കാൻ വേണ്ടിയിട്ട് പഴയ എൻ്റെ ഒരു മിക്സി ഉണ്ട്, അതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതല്ലാതെ നമ്മൾ ഡെയിലി നമുക്ക് തേങ്ങ അരയ്ക്കാനും അതൊക്കെ നല്ല യൂസാണ് കേട്ടോ. കറികൾക്ക് വേണ്ടി തേങ്ങ അരയ്ക്കാനൊക്കെ നല്ല യൂസാണ്. എനിക്ക് പിന്നെ ഇപ്പോൾ മോന് പ്യൂരി ഉണ്ടാക്കാനും അതുപോലെയുള്ള കാര്യങ്ങൾക്ക്, അതുപോലെ തന്നെ മോൾക്ക് ഷേക്ക് അടിച്ച് കുടിക്കാനും ഒക്കെ നല്ല യൂസാണ്. ജിമ്മിൽ പോകുന്ന ആളുകൾക്ക് നല്ല യൂസാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഫ്രൂട്ട്സും അതൊക്കെ ബ്ലെൻഡായി കിട്ടുന്നതാണ്. പിന്നെ നന്നായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റും. ഇതിൻ്റെ കൂടെ 3 ബ്ലേഡ് വരുന്നുണ്ട്. അതിൽ ഒന്ന് പൊടിക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ട് പെട്ടെന്ന് തന്നെ പൊടിച്ചെടുക്കാൻ പറ്റും. ഇതിനകത്ത് നന്നായിട്ട് കിട്ടും കേട്ടോ, ചെറിയ ജാറായതുകൊണ്ട്. പിന്നെ ദോശമാവൊക്കെ അരയ്ക്കാം കേട്ടോ. ഞാൻ ഇതിനകത്ത് അരച്ചിട്ടുണ്ട്. ചെറിയ ക്വാണ്ടിറ്റി ഒക്കെ നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ 1, 2, 3 ഒരു ചെറിയ 3-4-5 ഫാമിലിക്കൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ മയോണൈസ് ഉണ്ടാക്കുന്ന ഒരു ബ്ലേഡും ഉണ്ട്. അതിനകത്ത് നമുക്കതായത് ക്രീമൊക്കെ ഫ്രോത്ത് ചെയ്തെടുക്കാനും വിപ്പിംഗ് ക്രീം ഉണ്ടാക്കാനൊക്കെ നല്ലതായിട്ട് കിട്ടും. എനിക്ക് മയോണൈസൊക്കെ വളരെ സൂപ്പറായിട്ട് കിട്ടാറുണ്ട്. മറ്റേ മിക്സിയും ഭയങ്കര ബുദ്ധിമുട്ടാണ് മയോണൈസ് ഉണ്ടാക്കിയാൽ അത് എടുക്കാനും ക്ലീൻ ചെയ്യാനൊക്കെ. ഇതാവുമ്പോൾ നല്ല എളുപ്പമാണ്. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കിത് വൃത്തിയാക്കാം പറ്റും ഈ ഒരു മിക്സി എന്ന് പറയുന്നത്. അപ്പോൾ നല്ല സുഖമാണ്. ഇങ്ങനെ താഴെയാണ് ഇതിൻ്റെ ബ്ലേഡ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റും. 3 ബ്ലേഡ് ഉണ്ട്, 5 ജാറുണ്ട്, പിന്നെ അതിന് അടപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അപ്പം എനിക്ക് നല്ല യൂസാണ് ഈ ഒരു മിക്സി. പിന്നെ എക്സ്ട്രാ വേറൊരു മിക്സി എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട് കേട്ടോ. പവർഫുള്ളായ ഫിലിപ്സിൻ്റെ ഒരു മിക്സി ഉണ്ട്. ഞാൻ അതിലാണ് വെള്ളപ്പത്തിനും ഇഡ്ഡലിക്കൊക്കെ മാവിനൊക്കെ അരയ്ക്കുന്നത്. എൻ്റെ ജാറ് പൊട്ടിപ്പോയതുകൊണ്ടാണ്, ചെറിയ ജാറ്. അപ്പോൾ ഞാൻ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മിക്സി വാങ്ങാമെന്ന് കരുതി. പക്ഷേ നല്ലൊരു ബ്ലെൻഡറാണ്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. താല്പര്യമുള്ള ആൾക്കാർ വാങ്ങി നോക്കുക. ഞാൻ വാങ്ങിച്ചതിനെക്കാട്ടും വില കുറവായിട്ടാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. അപ്പം വേഗം തന്നെ വാങ്ങി നോക്കുക. നല്ലൊരു വേർത്തായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. ഡെയിലി യൂസിന്, അതായത് തേങ്ങ അരയ്ക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. കുറഞ്ഞ ക്വാണ്ടിറ്റി ചമ്മന്തി അരയ്ക്കാനും ഒക്കെ നല്ല സുഖമാണ്. ക്ലീൻ ചെയ്യാനും ഒക്കെ നല്ല സുഖമാണ്. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ പ്രോഡക്റ്റ്. പിന്നെ എന്താ പറയുക, ഇപ്പോൾ മോളിതാ വാങ്ങിച്ച ഉടനെ അവൾ ഷേക്ക് അടിച്ചു, അവൾ ഇടയ്ക്കിടയ്ക്ക് ഷേക്ക് അടിച്ച് കുടിക്കുന്ന ഒരാളാണ്. അവൾക്ക് എപ്പോഴും വിശപ്പാണ്. അപ്പം അവൾക്ക് കുഞ്ഞു കുട്ടികൾക്ക്
ഫ്രൂട്ട്സൊക്കെ മിക്സ് ചെയ്തിട്ട് ഒരു ഷേക്കായിട്ട് ഒക്കെ കൊടുത്താൽ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ അവൾ കിട്ടിയ പാടത്തിന് അതിൻ്റെ കൂടെ ഒരു മൂടിയുണ്ട്, അപ്പോൾ അതിനകത്ത് തന്നെ അവൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അടിച്ച് കുടിക്കും കേട്ടോ. അപ്പോൾ കുട്ടികൾക്കും ഒരു രസമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കാം. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ, അതായത് ഇതിനകത്ത് ചെയ്യുന്ന റെസിപ്പീസ് അതുപോലെ തന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ചെയ്യാം. ഇത് ഓരോ ജാറും എന്തൊക്കെയാണെന്നുള്ളതും അതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ കാണിക്കാം. ഞാനിപ്പോൾ വാങ്ങിച്ചിട്ട് ഏകദേശം 1 മന്ത് ആയിട്ടുള്ളൂ. ഞാൻ 1 മന്ത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ല ഒരു ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല കൺവീനിയൻസ് ആണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, മറ്റേ മിക്സിനെക്കാട്ടും. അതുപോലെ വലിയ സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തന രീതികളും അതുപോലെ തന്നെ ജാറിൻ്റെ ഓരോ ബ്ലേഡും എന്തൊക്കെയാണെന്നൊക്കെയുള്ള ഡീറ്റെയിൽ വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നതാണ്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.